ഒരുമിച്ച് പക്ഷെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പൊ ഞാൻ വേണ്ട, ഈ വിഷമം കൊണ്ടേ നടന്നോളാം, ഇതൊരു വിഷമമായിട്ട് വെറുതെ പറയാന്നല്ലാണ്ട് ഈ മൈത്രനെ രക്ഷിച്ചോടൊന്ന് ഒരുമിച്ച് കുറച്ച് ദിവസം നിൽക്കാന്നല്ലാണ്ട് അത് കഴിയുമ്പം വേണ്ട നിങ്ങളൊക്കെ കിടക്കി നോക്കിയാൽ അവർക്ക് വണ്ടേ അറിയണം. നീ ഒന്ന് വീട്ടിൽ നിന്ന് പോയാൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു, ഈ ആളുകൾ ഓരോന്ന് സംസാരിച്ചത് ശരിക്കും അവിടെ കൊതുകുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ തോൽ പക്ഷികളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ തന്നെ ഞാൻ പറയുന്നതായിട്ട് ബന്ധമില്ലാത്ത ഒരു കമന്റ്സ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇപ്പൊ മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ നടക്കുന്നുണ്ടോ നമുക്കറിയില്ല. അനിയുടെ ചിന്തകൾ പോവുക എങ്ങനെയൊക്കെയാണ് ഈ തോട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കഥ പറഞ്ഞു വന്നേ ഉള്ളൂ. എന്റെ അമ്മേ, ഭയങ്കരമായ ചോദ്യങ്ങളൊക്കെ. എനിക്കിതിനകത്ത് അതാണ് വേണ്ടത്, ഇത് വേണ്ടെന്നുള്ള അഭിപ്രായമില്ല. ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രൊഫഷണലിനോട് എനിക്ക് ഈക്വൽ റെസ്പെക്ട് ഉള്ള ആളാണ്. പത്മരാജൻ സാറിന്റെ കള്ളൻ പവിത്രൻ അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഒരു കെട്ടുകഥ കേട്ട പോലെ അല്ലെങ്കിൽ കഥ പോലെയുള്ള, അത് നമ്മളെ പലതും ചിന്തിപ്പിക്കാം. അതിനൊരു മെസ്സേജ് ഒന്നും ആയിരിക്കില്ല പറയാനുള്ളത്. ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുക? കനി അത് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള അതിൽ നിന്ന് ഞാൻ മാറിപ്പോയി എനിക്ക് തോന്നുന്നു. കുറെ കാലമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ഞാൻ ആക്ട്രസ് ആയിട്ട് മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത്. എനിക്ക് ആർട്ടിസ്റ്റുകൾക്ക് വേറെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഞാൻ ആലോചിക്കാവുന്ന ഒരാളാണ്. പക്ഷെ ഇനി ഇതാണ് ഇടതിന്റെ രീതിയിൽ ആർട്ടിസ്റ്റെങ്കിൽ ആൾക്കാരോട് എനിക്ക് ബഹുമാനമാണ്. കാരണം അവർ ആ ഒരു ഇന്റഗ്രിറ്റി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് സിനിമയിലേക്ക് തന്നെ അഭിനയിക്കാൻ വന്നത്. നാടകം ചെയ്യുമ്പോഴും ഇതുണ്ടായിട്ടുണ്ട്. എനിക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ലാത്ത നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനോടുള്ള ചില വിയോജിപ്പുകൾ കനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ വായിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു സജിനോട്, നിങ്ങൾ കേട്ടില്ലെന്നേ ഉള്ളൂ. പൊളിറ്റിക്കലല്ല എൻ്റെ ആദ്യത്തെ പ്രശ്നം. മലയാളത്തിൽ നിന്ന് പൊതുവെ അങ്ങനെ എനിക്ക് വർക്ക് ഒരുപാട് വരാറില്ല. അപ്പോൾ എന്നെ തന്നെയാണ് വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, എന്തുകൊണ്ട് വിളിച്ചതൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ചോദിച്ചത് ഇതിൻ്റെ അടുത്ത്. പക്ഷെ അത് ആരാധന ചോദിച്ചു, എനിക്കത് ചെയ്യാത്ത ഒന്നോ എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നിതിൻ പറഞ്ഞു അത് ഗ്രേസ് ആണ്. അപ്പം ഓക്കെ, ഗ്രേസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടിയാണ്. ഇപ്പൊ മലയാളത്തിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2-3 പേരിൽ ഒരാൾ ഗ്രേസ് ആണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് 1 Life 5 Wives എന്ന വെബ് സീരീസിന്റെ വിശേഷങ്ങളുമായി കനി കുസൃതി. ഹായ് കനി. ശരിക്കും കനി ഒരു ഇന്റർവ്യൂവില് കനിയും ദിവ്യപ്രഭയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇരിപ്പെന്ന് പറയുന്നത് കാല് മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ വേറൊരു സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. കാരണം നിങ്ങളുടെ കംഫർട്ടബിലിറ്റി മാത്രമല്ല, അത് ശരിക്കും ഒരു പ്രതിഷേധവും കൂടിയാണ്. അതിനകത്തൊരു രസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ശരിക്കും അവിടെ കൊതുകുണ്ടായിരുന്നു. ഓക്കെ, അതായത് ആ പുറത്തൊരു സ്ഥലത്ത് കൊതുക്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇരിക്കാറുണ്ട്, ചമ്രം പിടഞ്ഞിരിക്കാറുണ്ട്. അത് എനിക്ക് കാല് കുറേ നേരം താഴോട്ടിട്ടിരിക്കുമ്പോൾ വേദനിക്കുന്നത് കൊണ്ടാണ് സ്കൂളിൽ വെച്ച് ഞാൻ ടീച്ചേഴ്സിനോട് അനുവാദം ചോദിച്ചിട്ട് ബെഞ്ചിൽ പറ്റുമെങ്കിൽ ചമ്രം പിടഞ്ഞിരിക്കായിരുന്നു. കാരണം അതെനിക്ക് കംഫർട്ടാണ്. ആ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ആദ്യം അങ്ങനെ എന്തോരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കൊതുകുണ്ടാകും. അപ്പോൾ ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാല് വെച്ചിരിക്കില്ലേ, പരമാവധി കൊതുകടി കൊള്ളാതിരിക്കാൻ ഓഡോമസ് ഉള്ളതൊക്കെ തേച്ച് അങ്ങനെ. അതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കാലം അങ്ങനെ ആയി. നോർമലി കൊതുകടി കൊള്ളാതിരിക്കാനായതാണ്, അല്ലാതെ ഈ ആളുകൾ ഓരോന്ന് സംസാരിച്ചിരിക്കും. ഇത് എന്താ പ്രശ്നം എന്നറിയോ? ഈ കനിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംസാരം കേട്ടിട്ടുള്ളവർക്ക് കനി എന്ന് പറയുന്ന ഒരു പെണ്ണ് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ മൊത്തം ദിവ്യ ഇരുന്നല്ലോ. അല്ല, അതാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ തോൽ പക്ഷികളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് അതിന് വ്യാഖ്യാനം വരുന്നത്. അത് രസമുള്ള പരിപാടിയാണ്. ഇപ്പോൾ കനി തണ്ണിമത്തൻ ബാഗ് കൊണ്ടുപോകുമ്പോൾ അതിൽ കനി കൂടെ ഉൾപ്പെടുന്നതാണ്. അത് എന്തുകൊണ്ട് പ്രതിഷേധിക്കണമെന്നുള്ളത്. ഇപ്പം സിനിമാക്കാർക്ക് പലപ്പോഴും ഈ യുദ്ധത്തിനെതിരായിട്ട് പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ ചില സാധനങ്ങളിൽ ഇടപെടുന്നത് ഒരു കാര്യമായിട്ട് കരുതുന്നില്ല. ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കൽ മാത്രമാണ് കലാപ്രവർത്തനം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല കനി. അങ്ങനെ അല്ലാത്തൊരു കലാപ്രവർത്തനം ഉണ്ട്. എനിക്കിതിപ്പോൾ രണ്ടായിട്ട് നോക്കൂ. ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ഒരു പ്രതിഷേധം കാണിച്ചാൽ ഇപ്പം എനിക്ക് കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അഭിനയിക്കുന്നതല്ലേ എൻ്റെ കലാപ്രവർത്തനം അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്നൊരു ജോലിയിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഞാനല്ല അതിൻ്റെ ഓഥർ, ഞാനല്ല സിനിമ എഴുതിയിരിക്കുന്നത്. നമ്മൾ നടിയോ നടനോ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ വേറൊരാളുടെ വിഷൻ്റെ ഭാഗമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എസ്തെറ്റിക്കലി സൗന്ദര്യശാസ്ത്രപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറലി ഈ കഥ നന്നായി പറയേണ്ടത് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താലാണെന്നൊക്കെ എനിക്കും തോന്നാം. ഒരു നടി എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ കാണുന്നവരും ഇങ്ങനെ അഭിപ്രായം പറയില്ലേ, സിനിമയിൽ ക്ലൈമാക്സ് ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ നമുക്കും അതുപോലെ തോന്നാം. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും നമ്മളത് മാറ്റിവെച്ച് ആ ഡയറക്ടറിന് അവർക്ക് വേണ്ട അവരുടെ വിഷനിലേക്ക് എത്തുന്നതാണ് കൂടെ ക്രൂ എന്ന് പറയുന്ന ആളുകളും കാസ്റ്റ് എന്ന് പറയുന്നവരും
ഈ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ആയിട്ടുള്ളവരുടെ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ സ്വന്തമായി കാണുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇല്ല, ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അങ്ങനെയല്ല, എൻ്റെതുമായും കൂടെ ചേരുന്നതേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇൻറ്റഗ്രിറ്റിയും വേണം. അത് രാഷ്ട്രീയപരമായി മാത്രമല്ല, ഈ എല്ലാവരും രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ. ഇതിനകത്തൊരു ക്രാഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം ആ എസ്തെറ്റിക്കലി നമുക്ക് ഇഷ്ടപ്പെടുന്നതേ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്ന പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളാണുള്ളത്. അതിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോഴേ, കാരണം എസ്തെറ്റിക്കലി ഇവിടെ വരുന്ന ആ സമയത്ത്, ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ സമയത്തുള്ള മലയാള സിനിമകളൊന്നും എനിക്ക് ഒരു തരത്തിലും എനിക്കൊരു എസ്തെറ്റിക്കലി പ്ലീസിങ്ങോ അല്ല, എസ്തെറ്റിക്കലി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അഭിപ്രായം അല്ലായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. ഇനി അന്നും ചെറിയ ചെറിയ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തിനെ ആളുകൾ കാണുന്നതിലുള്ള സൗന്ദര്യശാസ്ത്രപരമായിട്ടും എനിക്ക് ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ട് ശരിയല്ലെന്ന് പലതും തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് ഈ ഡയറക്ടറിൻ്റെ വിഷൻ, ഞാൻ അഭിനയിക്കാൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് അവർ ചെയ്യുന്നു. അതിലെനിക്ക് തീരെ ചിലപ്പോൾ പറ്റാത്ത ചില കാര്യം ചെയ്യില്ലായിരിക്കും, ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് സിനിമയിലേക്ക് തന്നെ അഭിനയിക്കാൻ വന്നത്. നാടകം ചെയ്യുമ്പോഴും ഇതുണ്ടായിട്ടുണ്ട്. എനിക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ലാത്ത നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ടേഴ്സുമായിട്ട് അത് സംസാരിക്കാറുണ്ട് അവരോടൊക്കെ. എനിക്ക് ഇങ്ങനെയല്ല ഇത് കാണുന്നത്, ഞാൻ നോക്കുകയും എൻ്റെ ക്യാരക്ടർ അതൊക്കെ അവരുടെയും കൂടെ ഒരു ഓപ്പൺ മൈൻഡ് ഉള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും. അവർക്കും അറിയണം എൻ്റെ അഭിനയിക്കുന്ന നടി എന്താണ് ഇതിനെപ്പറ്റി വിചാരിക്കുന്നത്, നിനക്ക് ഈ കഥ വായിക്കാൻ എങ്ങനെ, അങ്ങനെ. അപ്പം നമ്മൾ സംസാരിക്കുന്നു അതിനെ പറ്റിയിട്ട്, നമ്മൾ അഭിപ്രായം പറയുന്നു. അപ്പം ഇങ്ങനെയാണ്, പക്ഷേ ഞാനിത് മാറ്റില്ല കേട്ടോ, എനിക്കിത് ഇങ്ങനെ തന്നെ ചെയ്യണം, ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു നെഗോഷിയേഷനിൽ കൂടിയാണ് പോകുന്നത്. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതിന് പുറത്താണ് എൻ്റെ വ്യക്തി ജീവിതവും അല്ലാതൊരു ഞാൻ നിൽക്കുന്നത്. അപ്പം എൻ്റെ രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളും ഇനി ക്രിയാത്മകമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിലെനിക്ക് കാണിക്കാൻ പറ്റണമെന്നില്ല പലപ്പോഴും. ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ കലാപ്രവർത്തനത്തിൽ ഇത് കാണിക്കുന്നു പറയുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ അഭിനയിക്കുന്ന സ്ഥലത്താണ് ചിലപ്പോൾ ഞാൻ ആ ചോയ്സ് ഒക്കെ എടുക്കേണ്ടത്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ പുറത്താണ് ചിലപ്പോൾ എൻ്റെ സ്റ്റാൻഡ് പൊസിഷനോ പലപ്പോഴും എൻ്റെ കലാപ്രവർത്തനത്തിലേ അല്ല ഞാൻ കാണിക്കാറുള്ളത്. പരിപൂർണമായിട്ട് അതിൻ്റെ പുറത്താണ് എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പറയാൻ പറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചൂസിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാമെന്നേ ഉള്ളൂ. അതങ്ങനെ ലിമിറ്റേഷനാണ്. ആ ലിമിറ്റേഷൻ മറികടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിൽ സത്യത്തിൽ കുറച്ചുകൂടെ ഇൻവോൾവ്ഡ് ആയിട്ട് ആ പ്രവർത്തനത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടും ഇവിടെ ഉള്ളൊരു നിലവിലുള്ളൊരു പ്രൊഡക്ഷൻ രീതിയല്ല എന്നും കനി പറഞ്ഞിരുന്നു. അതിനകത്ത് പലതരത്തിലാണ് പുതിയ പ്രൊഡക്ഷൻ മെത്തേഡ്സ് വരുന്നത്. അഭിപ്രായങ്ങളെ സ്വാംശീകരിക്കാൻ കൂടി അതിന് കഴിയുന്നു എന്നുള്ളത് അതൊരു നാടകം പോലെ, അതായത് നാടകത്തിൽ എല്ലാ നാടകവും അതുപോലെ ആയിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ചില നാടകങ്ങളിൽ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം പരിപൂർണമായിട്ട് സംവിധായകൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്താണോ അല്ലെങ്കിൽ കഥ എന്താണോ, കഥാപാത്രങ്ങളെ ഏത് രീതിയിൽ കാണിക്കണം, അപ്പോൾ അതിൽ നിന്ന് വരുന്ന അർത്ഥങ്ങൾ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ എതിരഭിപ്രായം ഉള്ളപ്പോഴും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേപോലെ കൊളാബറേറ്റീവായിട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും നാടകങ്ങളും കൊളാബറേറ്റീവ് ആവണമെന്നും അതിനർത്ഥമില്ല. കാരണം വളരെ സ്ട്രോങ് ഓഥറായിട്ടുള്ള ഒരാൾക്ക് അത് അങ്ങനെ തന്നെ വേണമെന്നുണ്ടാവും. നമ്മുടെ ചോയ്സാണ് അതിൽ വർക്ക് ചെയ്യണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ പല മോഡാണ്. അപ്പം പായലാണെങ്കിലും കൊളാബറേറ്റീവ് ആയിരുന്നത് കൊണ്ട് ഓഥർഷിപ്പ് ഇല്ലായിരുന്നു ഒന്നും അല്ല. പായലിന് വേണ്ട ചിലത് മാത്രമേ എപ്പോഴും എടുക്കുള്ളൂ. അതും ചിലപ്പോൾ എടുക്കണമെന്നില്ല. അത് അംഗീകരിച്ചാലും അറിയില്ല, എനിക്ക് അവസാനം ഞാൻ വീണ്ടും മറ്റേതിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുമാണ്. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ള ഇടം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതെന്ന് പായലിന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലർക്ക് അതുപോലും താല്പര്യമുണ്ടല്ലോ, അത് വന്ന് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ പായൽ മാത്രമല്ല, ഇവൻ ഞാൻ അതിന് മുമ്പ് ഈ ഗേൾസ് വിൽ ബി ഗേൾസ് കൊണ്ട് സൺ ഡാൻസിൽ ഇപ്പം ഇഫ്ലയിലും ട്രാൻസിൽവേനിയയിലൊക്കെ ബെസ്റ്റ് ഫിലിം കിട്ടിയ ഒരു സിനിമയുണ്ട്, ഷുചി എന്നാണ് അതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആ ഡയറക്ടറും അങ്ങനെ തന്നെയായിരുന്നു. കൊളാബറേറ്റീവ് മാത്രമല്ല, അവർ തന്നെ പലതരത്തിൽ ചെയ്തു നോക്കും. അങ്ങനെയൊക്കെ അവരവസാനം എഡിറ്റിൽ മാത്രമേ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് തന്നെ അറിയില്ല ഇനി എൻ്റെ ക്യാരക്ടർ ശരിക്കും ആ സീനിൽ ദേഷ്യപ്പെട്ടിട്ടാണോ ഇത് പറയാൻ പോണേ, അത് ചിരിച്ചോണ്ടാണ്. കാരണം അവർ എല്ലാ ഇന്റർപ്രിട്ടേഷനും എടുത്ത് വെക്കുക പരമാവധി. അപ്പം അങ്ങനെ എടുത്ത്, അതാണ് നമുക്ക് ഏത് പലതരത്തിലുള്ള ഡയറക്ടേഴ്സ്. അപ്പം എൻ്റെ കയ്യിലല്ലോ കഥ, ഞാൻ വിചാരിക്കും ഇതാണ് കഥ എന്ന്. പക്ഷെ നമ്മൾ എല്ലാ തരത്തിലും അത് ഇന്റർപ്രറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ അവസാനം അവർ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് തരത്തിലാണ് ഈ കഥ വരുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കഥ ക്രിയേറ്റിവിറ്റിയുടെ വേറെ തലം. ഈ ബിരിയാണി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അത് സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനോടുള്ള ചില വിയോജിപ്പുകൾ കനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ കണ്ടതിലുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം ഞാൻ സിനിമ കഥ വായിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു സജിനോട്, നിങ്ങൾ കേട്ടില്ലെന്നേ ഉള്ളൂ. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സോ ഇല്ലെങ്കിൽ പല സ്ഥലത്തും എനിക്ക് ആക്ച്വലി പൊളിറ്റിക്കൽ ആസ്പെക്ട് ഇത് എല്ലാവരും അത് പറഞ്ഞു. പൊളിറ്റിക്കൽ അല്ല എൻ്റെ ആദ്യത്തെ പ്രശ്നം സജിനുമായിട്ടുള്ള സിനിമയിൽ. എനിക്ക് അതിന്റെ എസ്തെറ്റിക്സ് ആണ് ആദ്യം
ഞാൻ ഇത് ആദ്യം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഗ്രൊട്ടസ്ക് ഒരുപാട് ഇഷ്ടമാണ്. ഗ്രൊട്ടസ്ക് എന്ന് പറയുന്ന ഒരു ഫോം ഇഷ്ടമാണ്. പക്ഷേ സജിൻ എഴുതി വെക്കുമ്പോൾ സജിൻ്റെ തിരക്കഥയിൽ ഉണ്ടാവുന്ന ഗ്രൊട്ടസ്ക് എനിക്ക് ടിറ്റിലേറ്റിംഗ് പോലെ തോന്നുന്ന ഒരു ഗ്രൊട്ടസ്കാണ് എനിക്ക്. അത് എനിക്ക് സൗന്ദര്യശാസ്ത്രപരമായിട്ടാണ് എനിക്കത് ആ സിനിമ സത്യത്തിൽ എടുക്കാൻ പറ്റാത്തത്. രാഷ്ട്രീയപരമായിട്ടും ഇവിടെ ഈ ഇന്ത്യയിൽ ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സിനിമ ഇങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നും എനിക്ക് കാണാൻ കഴിയുന്നു. ഞാനത് സജിനോട് ചോദിച്ചപ്പോൾ സജിൻ ആസ് എ ഡയറക്ടർ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വരുന്ന കമ്മ്യൂണിറ്റീനെ, അതായത് അദ്ദേഹം വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്ക് ഉണ്ടായ അനുഭവത്തിന് ആൾ പ്രതിനിധാനം ചെയ്യുന്നതും ആള് അതിനകത്ത് പാട്രിയാർക്കിയാണ് ചോദ്യം ചെയ്യുന്നത്, അതാണ് ആൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓക്കെ, അത് പറയാൻ ആൾക്ക് അവകാശം ഉണ്ടെന്ന്. കാരണം എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ആൾക്ക് ഉണ്ടെന്ന രീതിയിലാണ് ആൾ സംസാരിച്ചത്. അപ്പം എനിക്ക് ഓക്കെ, അതെനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായ വിയോജിപ്പ് കൊണ്ട് അല്ല എനിക്ക്, അല്ലെങ്കിൽ ആ ഒരു വിയോജിപ്പ് കൊണ്ട് മാത്രമല്ല എനിക്ക് അതിനേക്കാൾ കൂടുതൽ അത് എഴുതി വെച്ചിരിക്കുന്നതും ഈ കഥ പറയാൻ ആൾ ഉപയോഗിക്കുന്ന ഡയലോഗുകളാണെങ്കിലും കഥാസന്ദർഭങ്ങളൊക്കെയാണ്. അതെനിക്ക് കൺവിൻസിങ് അല്ല. അത് അങ്ങനെ സജിൻ മാത്രമല്ല, ഞാൻ വായിക്കുന്ന പല സിനിമകളിലും എനിക്ക് അങ്ങനെ അല്ല. സജിനെ മാത്രം എന്തിനാ പറയണം. അത് ഇതിപ്പോ ബിരിയാണി എന്ന് പറയുന്ന സിനിമ അതാ ഈ അവാർഡൊക്കെ കിട്ടിയോണ്ട് ആളുകൾ നോക്കിയോണ്ട് അപ്പം ആളുകൾ അത് ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതല്ലാണ്ട് അതിന് മുമ്പേ സജിൻ ഇതുപോലെ വളരെ ഓപ്പൺ ആയിട്ട് അത് കേൾക്കാൻ തയ്യാറായ ഒരു ഡയറക്ടറാണ്. വായിച്ചിട്ട് എനിക്ക് ശരിക്കും എന്താ തോന്നിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സജിൻ ഇങ്ങനെയാണ് ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പം എനിക്ക് ശരിക്കും ചെയ്യാൻ തോന്നുന്നില്ല. സജിൻ വേറെ ആളുകളുടെ അടുത്ത് ചോദിക്കും, ഇനി ആരെയും എന്തെങ്കിലും കാരണവശാൽ ആരെയും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഇതൊക്കെ മനസ്സിലുള്ള ഒരു നടിയാണ് ഇതിൽ അഭിനയിക്കുക എന്ന് ഓർത്ത്. അപ്പോൾ സജിൻ ചിലപ്പോൾ അത്രയും ഓപ്പൺ ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഡയറക്ടർ ആഗ്രഹിക്കുമോ ഇങ്ങനെയൊക്കെ ഈ കഥേനെ ഇങ്ങനെ കാണുന്ന ഒരാൾക്ക് ഇതിൽ അഭിനയിക്കാനല്ലല്ലോ അവരാഗ്രഹിക്കുക. അതേപോലെ ആ വിഷൻ അതുപോലെ ഇഷ്ടപ്പെട്ട ആ സിനിമയുടെ ഒരു ഇത് കാണുന്ന ഒരാൾ നടിയും നടന്മാരും ഉണ്ടാവണമെന്നായിരിക്കുമല്ലോ അവർക്കും ആഗ്രഹം. ശരിക്കും സജിൻ അതൊന്നും അല്ല ബാധിക്കുന്നത്. ഈ കനി ഇത് ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് ഓക്കെ, അവരുടെ ധാരണ. അതുപോലെ എനിക്കൊന്ന് സജിന് ആ ഒരു ഡയലോഗിന് സ്പേസ് കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും എതിരഭിപ്രായം ഉള്ളപ്പോഴും നമുക്കിത് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം, നിങ്ങൾ ആ എതിരഭിപ്രായത്തിലിരിക്കട്ടെ, ഞാൻ ഇതിലിരിക്കട്ടെ എന്ന് പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആൾക്കത് അങ്ങനെയൊക്കെ നടി പറയുമ്പോഴും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. ഒരു വിയോജിച്ചുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് ആ ഒരു രാഷ്ട്രീയപരമായിട്ട് അത് ഇത്രയും ഇങ്ങനെ തന്നെയാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാണുന്ന ആളുകളുണ്ട്. പക്ഷെ സജിൻ അങ്ങനെയല്ല കാണുന്നത്. എനിക്കും ഞാൻ ഈ സിനിമ പുറത്തുനിന്ന് കണ്ടാൽ ഈ സാഹചര്യത്തിൽ ഇതിനെ ഇങ്ങനെ വായിക്കും എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെന്നോ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് കൊണ്ടൊന്നും അല്ല. സജിൻ അതുപോലെ സജിൻ പറയുന്നത് സജിന് അതിനകത്ത് അപ്പൊ സജിൻ ആസ് എ ഡയറക്ടർ അതുപോലെ ഈ സിനിമ മാത്രമല്ല, ഞാൻ അഭിനയിച്ച മറ്റു പലതുപോലെ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡയറക്ടേഴ്സ് പറയും പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് ഓക്കെ, അതിപ്പോൾ ഡയറക്ടറിൻ്റെ കുഴപ്പമാണോ അതോ കാണുന്നവരുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രശ്നമാണോ അതോ ഡയറക്ടർക്ക് ആ ക്രാഫ്റ്റ് ഇല്ലേ, അതായത് അവരുദ്ദേശിക്കുന്നതല്ലാത്ത മറ്റൊന്നാണ് ആളുകൾ അപ്പോൾ അതിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ക്രാഫ്റ്റ് കയ്യിലെടുക്കേണ്ടത്? അവർ പറയുന്ന കാര്യത്തിനൊഴികെ മറ്റൊരു കാര്യം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാനപ്പോൾ ആലോചിച്ചു. കാരണം എനിക്കൊന്ന് ഡോണ്ട് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു, ഡികാപ്രിയോ അഭിനയിച്ചിട്ട്, ഡയറക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയുടെ കണ്ടപ്പോഴും ലോകത്ത് ഒരുപാട് പേര് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന പലതും ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ പറയുന്നതേ അല്ല ആളുകളൊന്നും അതിനെ. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലം എത്ര പറഞ്ഞാലും കലാസൃഷ്ടിക്കുണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടാത്ത കാര്യമല്ല. നമ്മൾ സിനിമ എടുക്കുന്നവരും അല്ലെങ്കിൽ എന്ത് കഥ പറയുന്നവരും ഒക്കെയും അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. അവരുദ്ദേശിക്കുന്നതല്ലാത്തൊന്നും കൂടുതൽ പേർക്കും അതാണ് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ അതോ ചില ആളുകൾ കാണും. പിന്നെ പലതരത്തിലൊരു കഥ ഒരാൾക്കാർ വായിക്കും, പക്ഷെ അത് എങ്ങനെ എടുക്കണം, അതിന്റെ ക്രാഫ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരാൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പോൾ പഠിക്കാതെ. ഈ പറഞ്ഞ കൂട്ടത്തിൽ കിം കി ഡൂക്കിന്റെ ചില സിനിമകളിൽ ബുദ്ധന്റെ പ്രതിമകൾ കാണിക്കുമ്പോഴും ബുദ്ധന്റെ അഹിംസയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സംഗതി അതിനകത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. വയലൻസ് കൂടുതൽ കാണിക്കുന്നു എന്ന് അഭിപ്രായം വന്നപ്പോൾ അതെങ്ങനെയാണ് പരുവപ്പെട്ട് വരേണ്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ അതിൽ ചിലപ്പോൾ വയലൻസിന് നമ്മൾ കണ്ണുകുത്തുമ്പോൾ വയലൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ടാവുന്നുണ്ടാവും. ഇത്തരം ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സ്പേസിലൊക്കെ. പക്ഷേ ഒരു ഫോക്കസ് പോയിന്റ് കൃത്യമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതിൽ ഒരു കലാകാരനൊരു മിടുക്ക് വേണ്ടേ? അയാളല്ലേ അത് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യമാണ് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ലോകം പലതരം സംസ്കാരങ്ങളും ഭാഷകളും പല കാര്യങ്ങളും അങ്ങനെ അത്രയും വൈവിധ്യമായ ഒരു ലോകമാണ് ഈ എന്ന് വെച്ചാൽ ഈ കിം കി ഡൂക്കിൻ്റെ സിനിമകൾ പല രാജ്യത്തുള്ള പലതരത്തിലുള്ള ആളുകളാണ് കാണുന്നത്. ഇൻ എ വേ ഇറ്റ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനും ഇങ്ങനെ ഫ്രാൻസിലൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ പല നാട്ടിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അപ്പം നമ്മളൊരു സീൻ ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ കൊറിയയിൽ നിന്ന് വരുന്ന ആളുകൾ ഇംപ്രൊവൈസ് ചെയ്യുന്നതും ഇന്ത്യക്കാർ ചെയ്യുന്നതും ഒരു സ്ഥലത്ത് നിന്നും
വളരെ വ്യത്യാസമാണ്. എന്നിട്ട് ഈ ഫ്രാൻസിലിരിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെയാണെന്ന് അവർ പറയും, ഇങ്ങനെ ചെയ്താൽ ഇതാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ കൊറിയക്കാർ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇതാണ് അർത്ഥം എന്ന് അവരോടൊന്ന് പറയാണ്. അപ്പം ഞാൻ വിചാരിക്കും വളരെ ഈസി ആയിട്ട് തന്നെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. ഒരേ ഭാഷ ഒരേ സംസ്കാരത്തിലിരിക്കുന്നവരുടെ തന്നെ അത് ഉണ്ടാകുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ എനിക്കറിയാം, ഈ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ തന്നെ ഞാൻ പറയുന്നതായിട്ട് ബന്ധമില്ലാത്ത ഒരു കമന്റ്സ് ഒക്കെ വരും. അതിപ്പം അല്ലെങ്കിൽ ഇപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇപ്പം മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ നടക്കുന്നുണ്ടോ നമുക്കറിയില്ല എന്നുള്ളിടത്താണ് വളരെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്ര അടിസ്ഥാനപരമായിട്ടാണ് നിങ്ങൾ എനിക്കൊരു ചായ വേണം എന്ന് പറഞ്ഞാൽ ചായ വേണം എന്നാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നിൽക്കുമ്പോൾ പോലും ആളുകൾ അയ്യോ അപ്പോഴും കറക്റ്റ് എങ്ങനത്തെ ചായ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പം കിം കി ഡുക്കിൻ്റെ ഇത് പറയുമ്പോഴും അതിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പം ഈ കലാകാരന് മിടുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളിത് ആരോടാണ് സംസാരിക്കുന്നത്? അവിടെയാണ് ഇപ്പോൾ സജിനോടും ആളുകൾ ആ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? മലയാളത്തിലെടുത്തൊരു സിനിമയാണ്, ഇത് ഇന്ത്യയിൽ വരുന്നൊരു സിനിമയാണ്, അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അതിങ്ങനെ ആയില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. സജിൻ അപ്പോൾ അങ്ങനെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിനകത്ത് പാട്രിയാർക്കിയാണ് ചോദ്യം ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലെ എനിക്ക് ചോദ്യം ചെയ്യണം എന്ന് ഉള്ളത് കൊണ്ടും ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കണം സജിൻ പറയും. അപ്പോൾ ഇത് ഒബ്വിയസ്ലി അതിനെ പറ്റിയിട്ടുള്ള സംഭാഷണങ്ങളും ഡിസ്കോഴ്സും ഉണ്ടാവേണ്ടത് തന്നെയാണെന്ന് വിചാരിക്കും. ഇതുപോലെ ഈ സിനിമ വേറെ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്, ഇങ്ങനെ അതാ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നും ഇപ്പോൾ കിം കി ഡുക്കിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എസ്തെറ്റിക്കൽ ഡിഫറൻസ് ആളുകൾ പറയുമ്പോഴും അയാൾക്ക് ആ മിടുക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോഴും ഇത് അയാൾ ആർക്ക് വേണ്ടിയാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. ആ ആൾക്കാരുടെ അടുത്ത് അത് കറക്റ്റായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നും എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ലോക സിനിമകൾ മൊത്തം കണ്ടിട്ട് ഞാൻ അതിനെ കാണുന്നത് ഓക്കെ അയാൾക്ക് ആ മിടുക്ക് ഇല്ല എന്നായിരിക്കും എനിക്ക് തോന്നുക. അല്ലെങ്കിൽ അയാൾ അപ്പം നമ്മൾ അത്രയും അറിഞ്ഞ് അപ്ഡേറ്റഡ് ആയി അത്രയും കലകളും ലോകത്തെ കണ്ട് എങ്ങനെയൊക്കെ സൗന്ദര്യശാസ്ത്രം ഓരോ രാജ്യത്തും ഓരോ സംസ്കാരത്തിലും ഓരോ നാട്ടിലും ഇവോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കി എന്നിട്ട് വേണം ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനും ഇതിനൊക്കെ ഇരിക്കേണ്ടി വരിക. അത് അത്രയും നുവാൻസ്ഡ് ആണ്. അപ്പം എനിക്ക് പലപ്പോഴും അങ്ങനെ നമുക്ക് പറ്റില്ല, ഭയങ്കര എളുപ്പമുള്ള പണി പോലുമല്ല അങ്ങനെ സംശീകരിച്ച് സംസാരിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാം. പിന്നെ എനിക്കൊന്ന് കലാകാരന്മാർക്ക് തന്നെ അവരവർക്ക് തന്നെ ഒരു ജേർണി അതിലുണ്ടാവും, അവരവർ തന്നെ നോക്കി കാണുന്നുണ്ടാവും അത് എന്ന് എനിക്ക് വിചാരിക്കുന്നു. നോക്കി കാണാത്തവരും ഉണ്ടാവും, പക്ഷെ എന്നാലും എത്രത്തോളം ഇപ്പം ഞാൻ ഇവരെ ഈ ഒരു അപ്പം അതിൽ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തത് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. അതിപ്പം ഈ കഥ എന്ന് പറയുന്നത് പലതരത്തിലാണ്. നമുക്ക് സ്ട്രക്ചറലി ഇതൊരു കോമഡി സിനിമയാണ്, ഇത് വിജയിക്കണം, ഇപ്പം ഇവിടെ ഇറങ്ങിയത് വിജയിക്കും, എന്നിട്ട് അത് പൊട്ടിപ്പോകുന്നു ആ സിനിമ. അപ്പം നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റിയോ? അതുപോലെ തന്നെയാണ് ഇത്, ഇതെല്ലാം അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതെന്നും അത് ഈ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സിനിമകൾ വിജയിക്കും, അങ്ങനെ പല അതൊരു അത്ഭുതമാണ്. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പറയാതെ കൂടുതൽ. ഈ നാഗേന്ദ്രൻ ഹണിമൂൺസിൽ 5 പേരെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കല്യാണം തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്തെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കോമിക് ആയിട്ടായിരിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത്, ക്ലൈമാക്സ് വേറൊരു രീതിയിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെയാ പറയാൻ പറ്റുന്നത് അത് പറയും. നിതിൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി. കാരണം ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് പൊതുവെ അങ്ങനെ എനിക്ക് വർക്ക് ഒരുപാട് വരാറില്ല. അപ്പോൾ എന്നെ തന്നെയാണ് വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, എന്തുകൊണ്ട് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ചോദിച്ചത് ഇതിൻ്റെ അടുത്ത്. നിതിൻ ഇതിൻ്റെ ഒരു കഥ മൊത്തം ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ വേറൊരു കാലഘട്ടം ചെയ്യാനൊന്നും നമുക്കങ്ങനെ ഒരുപാട് അവസരം എപ്പോഴും കൂടുതൽ സിനിമകളും കിട്ടുന്നത് ഈ ഒരു പ്രസന്റ് സമയത്തുള്ളതായിരിക്കും. അങ്ങനെ ഒരു വേറൊരു കാലഘട്ടത്തിലേക്ക് ആക്ടേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പല ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റുന്നു ഒരു ജീവിതത്തിൽ എന്നുള്ള പോലെ. അപ്പം ഇങ്ങനെ ഈ ഒരു കാലഘട്ടം അപ്പോൾ സംഭാഷണങ്ങളൊക്കെ കുറച്ചുകൂടെ രസമുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയിലല്ല, കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഭയങ്കര രസം തോന്നി. പിന്നെ ഇതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഒരു നടി എന്നുള്ള നല്ല ഇഷ്ടം കോമഡി ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇതിലിങ്ങനെ ഒരു നമ്മൾ കോമഡി ചെയ്യുന്നുള്ളതല്ല, സിറ്റുവേഷണൽ കോമഡിയാണ് കൂടുതലുള്ളത്. എന്നാലും അതിൻ്റെ ഒരു ഭാഗമാവുക, അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനോടൊരു ആകർഷണം തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് ഗ്രേസിന് അവസാനം കൊടുത്ത കഥാപാത്രമാണ്. കഥ കേട്ടപ്പം അതാരാ, കാരണം ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ അതാരാന്ന് ഇങ്ങനെ ചോദിച്ചു എനിക്കത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം നിതിൻ പറഞ്ഞു അത് ഗ്രേസ് ആണ്. അപ്പം ഓക്കെ, ഗ്രേസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടിയാണ്. ഇപ്പം മലയാളത്തിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2-3 പേരിൽ ഒരാൾ ഗ്രേസ് ആണ്. അപ്പോൾ ഞാൻ ഓക്കെ ഗ്രേസ് ചെയ്യും, ഓക്കെയാണ്, ഗ്രേസ് നന്നായി ചെയ്യും, എനിക്ക് അത്രയും ഉറപ്പുള്ള ഒരാളായതുകൊണ്ട് അത് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് തങ്കം എന്നാണ്. അവർ കുട്ടനാട് ആലപ്പുഴ ഭാഗമാണ്. അപ്പം അവരുടെ ആ ഒരു എപ്പിസോഡ് അയച്ചു തന്നു. അപ്പോൾ അവരുടെ സംസാര രീതി, അപ്പം ഇതിന് കുറച്ചത് അവശമുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരു നടി എന്നുള്ള നിലയിൽ അതൊക്കെ ഒരുപാട് ലൈൻസ് ഉണ്ടെന്നുള്ളതല്ല, ഓരോരോ എപ്പിസോഡിലാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ
അത് പറയാനും പിന്നെ ഈ ഒരു കാലഘട്ടം അങ്ങനെ നമുക്കൊരു എല്ലാ കഥാപാത്ര ചലഞ്ചും നമ്മൾ പഠനത്തിന്റെ ഭാഗമാണല്ലോ. ആ രീതിയിലായിരുന്നു എന്നെ അത് കൂടുതൽ ആകർഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിൽ കാണുമ്പോൾ ഓരോ ടെറൈനിലാണ് നടക്കുന്നത്. അപ്പം ജോഗ്രഫിക്കലി ഉള്ള വ്യത്യാസങ്ങൾ, അവിടുത്തെ ആളുകൾ നടക്കുന്ന രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഒരു കോസ്റ്റ്യൂം, ആ ഒരു നാട്ടിലുണ്ടാവുന്ന ആളുകളുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആ ഒരു കാര്യം കൊണ്ടുവരാൻ നിതിൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വന്നു ഞാൻ മൊത്തം കണ്ടിട്ടില്ല, കണ്ടലറുള്ളൂ. ഞാൻ എഴുതിയതാണ് വായിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ആകർഷിച്ചത്. ഈ പറഞ്ഞ പോലെ കല്യാണ തട്ടിപ്പ് അതൊക്കെ എത്രത്തോളം പറയാൻ എനിക്കറിയില്ല. എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് മുഴുവൻ ഇവർ കല്യാണം കഴിച്ച് പോകണമെന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് പറയാം. ഈ പറഞ്ഞ പോലെ അവസാനമൊന്നും ഞാനും കണ്ടിട്ടില്ല. എനിക്കറിയാം അവസാനം എന്താണെന്നൊക്കെ, പക്ഷേ അത് കണ്ടാലേ അറിയുള്ളൂ. മൊത്തത്തിലൊരു വളരെ ലൈറ്റ് ഒരു കഥയാണത്. ഈ പറഞ്ഞ പോലെ എനിക്ക് വായിച്ചപ്പോൾ കുറേ കൂടെയും ഡീറ്റെയിലിങ് അവിടെ ഇവിടെയൊക്കെ വേണമെന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ ഓരോന്നിന്. അതുകൊണ്ട് എത്രത്തോളം എങ്ങനെയാണ് വന്നതെന്ന് ഇപ്പൊ കാണുമ്പോൾ അറിയാം. പക്ഷെ ആ ഒരു ഇപ്പം എനിക്ക് പണ്ട് പത്മരാജൻ സാറിന്റെ കള്ളൻ പവിത്രൻ, അതിനൊരു കഥയുടെ ഒരു സ്വഭാവമുള്ള ആ ഒരു അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഒരു കെട്ടുകഥ കേട്ട പോലെ അല്ലെങ്കിൽ കഥ പോലെയുള്ള, അത് നമ്മളെ പലതും ചിന്തിപ്പിക്കാം. അതിനൊരു മെസ്സേജ് ഒന്നും ആയിരിക്കില്ല പറയാനുള്ളത്. അങ്ങനെ ഈ ഒരു മെസ്സേജ് പറയാനുള്ള കഥകളല്ല ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ എന്നെ ആകർഷിക്കുക. ഒരു കഥ കേട്ടു അതിങ്ങനെ നമ്മളെ പലത് ചിന്തിപ്പിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോണറാണ് അങ്ങനത്തെ കഥകൾ വരുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഇതിനും അങ്ങനെ ഒരു കഥയുടെ സ്വഭാവമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കതിന് വേണ്ടുന്ന ഒരുപാട് നുവാൻസസും കൂടി വരുമ്പോഴാണ് അത്ര രസം. അത് എത്രത്തോളം വന്നു ഇനി അവസാനം എല്ലാ എപ്പിസോഡിലും എന്തൊക്കെയാണ് അതെനിക്കും അറിയില്ല, കാണണം. ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ കൂടെ ഡീറ്റെയിലിംഗ് വേണം. അത് നമ്മുടെ ഒരു അത്യാഗ്രഹമാണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും ഭയങ്കര ഇനി അത് വേണം ഇത് വേണമെന്നൊക്കെ തോന്നും. അതേ സംബന്ധിച്ചൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അടുത്ത് ചോദിക്കാം. ഇപ്പോൾ പോച്ചറിൽ, കില്ലർ സൂപ്പിൽ, മഹാറാണി, ഒത്തിരി കാര്യങ്ങൾ വരുന്നു. ഇത് അന്യറിൽ ഒരു പാസഞ്ചറായിട്ട് ഇരുന്ന ഒരാൾ ക്യാൻവർ എത്തുന്നു. ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വേണ്ട ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിലൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു ഹെവി വാക്കാണ്, ഒരു ചെറിയ വാക്കല്ല. ഒരു ആക്ട്രസ് അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുക? കനി അത് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊക്കെ തേടുന്ന ഒരു ആർട്ടിസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ആക്ട്രസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോൾസ് ഒക്കെ കിട്ടും. പക്ഷെ എപ്പോഴായിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് എത്തുക? എനിക്ക് എൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള അതിൽ നിന്ന് ഞാൻ മാറിപ്പോയി എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട്. എനിക്ക് തോന്നുന്നു എനിക്കിപ്പം ഞാൻ ആക്ട്രസ്സായിട്ട് മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നാടകമൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു ഇപ്പം നമുക്ക് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സ്ഥലത്തെ ഒരു ജേർണി എനിക്ക് തോന്നുന്നു നാടകം ചെയ്ത് തുടങ്ങി. നാടകത്തിൽ മാത്രമല്ല നിന്നിട്ടുള്ളത്, പെയിൻറ്റിങ്സ് കാണാൻ പോകുമ്പോഴും മ്യൂസീഷ്യൻസുമായിട്ട് ഇടപെടുമ്പോഴും നമ്മൾ പല നാടകത്തിൽ ഒരുപാട് തരത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും ഉണ്ടാവാവുന്ന ഒരു സ്ഥലമാണത്. പലപ്പോഴും പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ടാവാം, പാട്ട് പാടുന്നവരുണ്ടാവാം, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുണ്ടാവാം, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഒരുപാട് മനസ്സ് പലതരത്തിൽ തുറന്നിട്ടുള്ള ആളുകളാണ്. എൻ്റെ ഒരു സങ്കേതമാണ് പലപ്പോഴും നാടകം. അപ്പോൾ ആ ഒരു സമയത്ത് ജീവിതത്തിൽ അത് അതിനൊരു തുടർച്ച, നാടകങ്ങൾ ചെയ്യുന്നതിനൊരു തുടർച്ച ഉണ്ടായിരിക്കുകയും പലതരത്തിലുള്ള മറ്റ് ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് ഇടപെടുകയും അവരുമായി ചേർന്ന് ചിന്തിക്കുകയും വർക്ക് ചെയ്യുന്ന ഒരു തുടർച്ച എനിക്ക് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഒരു സമയം വരെ ഉണ്ടായിരുന്നു, അതൊരു സമയം കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ട് എൻ്റെ എവിടെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ എന്നെ ഒട്ടും കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഞാൻ കാണുന്നില്ല. ഇടയ്ക്കൊരു നാടകം ചെയ്തിരുന്നു, 1-2 നാടകം ചെയ്യുമ്പോഴും നാടകം ചെയ്തുകൊണ്ട് മാത്രം തിരിച്ചു വരണമെന്നില്ല. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു സീക്കിങ് അവിടെ എവിടെയാണ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത്, അവിടെ നമ്മൾ ഏത് ചോദ്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ എവിടെയോ ഞാൻ നിന്നുപോയി. അതെൻ്റെ ഈ ആക്ട്രസ് എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് സത്യത്തിൽ. അപ്പം എനിക്ക് അത് പറയാൻ പറ്റില്ല. അതിൻ്റെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതങ്ങ് നേർത്ത് ഇല്ലാതായി എന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ്. അതിലിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി മാത്രം, മറ്റ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്നുള്ളൊരു ക്യൂരിയസ് മൈൻഡ് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഒരു പ്രാക്ടീഷണർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ എന്നെ കാണുന്നേ ഇല്ല. കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്.